കഴിഞ്ഞ ദിവസമാണ് ബേസിൽ ജോസഫ് നായകനായ പ്രാവിൻകൂട് ഷാപ്പ് എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ഒരു മിക്സഡ് റെസ്പോൺസോടുകൂടി ചിത്രം തിയേറ്ററുകളിൽ ഓടുകയാണ്. ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ബേസിൽ ജോസഫിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി പലരും. ബേസിൽ ജോസഫ് മലയാള സിനിമാ വ്യവസായത്തിലെ വാഗ്ദാനമാണ്, നടനും സംവിധായകനും എന്ന നിലയിൽ തന്നെ. കൂടാതെ മോളിവുഡിലെ വമ്പൻ താരങ്ങളെ വെച്ച് അദ്ദേഹം ഒരു സിനിമ ഒരുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷക സമൂഹം തന്നെ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ സംവിധായകനായുള്ള ബേസിൽ ജോസഫിനെ വലിയ രീതിയിൽ മിസ് ചെയ്യാണ് ഓരോ പ്രേക്ഷകരും. പല താരങ്ങളും ബേസിൽ ജോസഫിന്റെ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നുമുണ്ട്. ബേസിൽ ജോസഫ് ഒരുക്കുന്നത് തന്നെ ഇപ്പോൾ വലിയ സിനിമകൾ തന്നെയാണ്. അത് മിന്നൽ മുരളി തൊട്ട് നമുക്ക് കാണാൻ സാധിച്ചു. മിന്നൽ മുരളിക്ക് ശേഷം ഒരു ചിത്രം എന്നതാണ് പ്രേക്ഷകർ നോക്കി കാണുന്നത്. മിന്നൽ മുരളിയുടെ സെക്കൻഡ് പാർട്ട് ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്, എന്നാൽ ഒഫീഷ്യലായി ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ സാക്ഷാൽ മമ്മൂട്ടിയെ മോഹൻലാലിനെയും വെച്ച് ബേസിൽ ഒരുക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. റൂമറുകൾ പലതുമുണ്ട്. മമ്മൂട്ടിക്കും മോഹൻലാലിനും വെച്ച് സിനിമകൾ ചെയ്യാൻ പോകുന്നു എന്ന രീതി. മമ്മൂട്ടി വെച്ച് ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തതുകൂടി നമ്മൾ കണ്ടതാണ്. അതിനുവേണ്ടി അവർ മീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ മോഹൻലാലിനെയും ബേസിൽ ജോസഫ് സമീപിച്ചു എന്നതാണ് മറ്റൊരു കൗതുകം. ആശീർവാദും മോഹൻലാലും ബേസിലും ഒന്നിക്കാനൊക്കെ ഇരിക്കുന്നു എന്ന രീതിയിൽ റൂമറുകൾ വരെ വന്നിരുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇവർക്ക് വേണ്ടി പ്രോജക്റ്റുകൾ താൻ പ്ലാൻ ചെയ്യുന്നു എന്ന് തന്നെയാണ് ബേസിലിന്റെ വാക്കുകൾ. 1-2 പ്രോജക്റ്റുകൾ താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തിരക്കഥ രചന പുരോഗമിക്കുകയാണെന്നും ബേസിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇത് മമ്മൂട്ടി മോഹൻലാൽ ആരാധകർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായി മാറി. സിനിമകൾ ഉടൻ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എന്റെ നിയന്ത്രണത്തിലല്ല, അതുകൊണ്ടാണ് പ്രോജക്റ്റുകൾ പെട്ടെന്ന് നടക്കാത്തതിന് കാരണം. ബേസിലിന്റെ വാക്കുകൾ ഇങ്ങനെയൊക്കെയായിരുന്നു. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം താൻ പ്ലാൻ ചെയ്ത പ്രോജക്റ്റുകൾ ശരിയായ സമയത്ത് നടക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ വലിയ പ്രോജക്റ്റുകളാണ് ബേസിൽ പ്ലാൻ ചെയ്യുന്നത് എന്നതുകൂടി ഓർക്കണം. 1-2 സിനിമകൾ ആലോചനയിൽ ഉണ്ട്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് നടക്കുന്നു. ഒരെണ്ണം റൈറ്റിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ കുറച്ച് ഡിലേ ആവുന്നതാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ കൺട്രോളിൽ മാത്രം അല്ലാത്തതുകൊണ്ട് മാത്രമാണ് നീണ്ടു പോകുന്നത്. അതിനുവേണ്ടി ഒരു 1.5 വർഷം ആയിട്ട് എഫർട്ട് എടുക്കുന്നുണ്ടെന്നും പാരലായിട്ട് അതിന്റെ കൂടെ അത് നടക്കേണ്ട സമയത്ത് നടക്കുമായിരിക്കും എന്നും എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാണെന്നും ബേസിൽ ജോസഫ് പറയുകയായിരുന്നു. അപ്പോൾ ഉറപ്പിക്കാം, മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടി ഗംഭീര സിനിമകൾ അണിയറയിൽ ബേസിന്റേതായി സംഭവിക്കുന്നുണ്ട്. എല്ലാം സമയത്ത് തന്നെ നടക്കുമെന്നും പ്രേക്ഷകർ അനുമാനിക്കുന്നു. മലയാളത്തിന്റെ ഒരു വാഗ്ദാനമാണ് ബേസിൽ ജോസഫ് എന്ന സംവിധായകൻ. യുവനിരയിൽ ഗംഭീര സിനിമകൾ സമ്മാനിക്കാൻ കഴിയുന്ന ആൾ കൂടിയാണ് ബേസിൽ. മിന്നൽ മുരളി എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ ഏത് ലെവലില് ബേസിലിന് ചിത്രങ്ങൾ ഒരുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു സമയത്ത് ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ബേസിലിന് സിനിമകൾ ചെയ്യാൻ കഴിയും. കാരണം മിന്നൽ മുരളിക്ക് ശേഷം ഓഫറുകൾ വന്നതുപോലും അങ്ങ് ബോളിവുഡിൽ നിന്നാണ് സംവിധായകന്റെ കുപ്പായം അണിയുന്നതിന് വേണ്ടി. എന്നാൽ ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംവിധായകൻ ഇന്ന് എടുത്തു പറയാവുന്നത് രാജമൗലിയെ തന്നെയാണ്. രാജമൗലി ഒരുക്കാൻ പോകുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യൻ സിനിമ തന്നെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അതാണിപ്പോൾ അണിയറയിൽ സംഭവിക്കാൻ പോകുന്നത്. രാജമൗലി ഒരുക്കാൻ പോകുന്ന മഹേഷ് ബാബു നായകനാകുന്ന സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് എത്തുന്നത്. മഹേഷ് ബാബുവിനെ നായകനാക്കിയുള്ള ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് SS രാജമൗലി. സിനിമയുടെ അപ്ഡേറ്റുകൾക്കായി ഏറെ ആകാംക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. SSMB 29 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമ ഇതിനകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. മാത്രമല്ല പ്രോജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റുകളും വളരെയധികം ആവേശത്തോടെയാണ് ഏവരും ഏറ്റെടുക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിലെ നായികയെ ചുറ്റിപ്പറ്റിയാണ് ഏറ്റവും പുതിയ ചർച്ച നടക്കുന്നതും. ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്ര സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചേക്കും എന്നായിരുന്നു അഭ്യൂഹങ്ങൾ വന്നത്. എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സിനിമാ പ്രവർത്തകർ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രിയങ്ക ചോപ്ര ഹൈദരാബാദിൽ എത്തിയതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ ഈയിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് സിനിമയുമായി ബന്ധപ്പെട്ടായിരിക്കാം എന്ന കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. 2021 OTTയിൽ റിലീസ് ചെയ്ത ദി വൈറ്റ് ടൈഗർ എന്ന ഇന്ത്യൻ ചിത്രത്തിന് ശേഷം ഒരു ഇന്ത്യൻ സിനിമയിലും പ്രിയങ്ക ചോപ്ര പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. 2019 പുറത്തിറങ്ങിയ ദി സ്കൈ ഈസ് പിങ്ക് എന്ന ചിത്രമാണ് തിയേറ്ററിലെത്തിയ പ്രിയങ്കയുടെ അവസാന ചിത്രം. എന്നാൽ രാജമൗലി സംവിധാനം ചെയ്ത് മഹേഷ് ബാബുവിനെ നായകനാക്കി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ആക്ഷൻ അഡ്വഞ്ചർ ചിത്രത്തിൽ താരം എത്തുകയാണെങ്കിൽ പ്രിയങ്കയുടെ ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരിക്കും കാണാനാവുക. തെലുങ്ക് സിനിമയിലെ മഹേഷ് ബാബുവും രാജമൗലിയും ഒന്നിക്കുന്ന ആദ്യ സിനിമ എന്ന നിലയിൽ ഇതിന്റെ പ്രഖ്യാപനം കൂടുതൽ ആരാധകരെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. പ്രിയങ്കയെ കൂടാതെ മലയാളത്തിൽ നിന്നും ഒരു നടൻ സിനിമയിൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളും ഏറെ ചർച്ച ചെയ്തിരുന്നു. ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമായി എത്തുന്ന ഈ ചിത്രത്തിൽ മഹേഷ് ബാബുവിന് വില്ലനായി നടൻ പൃഥ്വിരാജ് എത്തുമെന്ന വാർത്തകളാണ് പുറത്തെത്തിയത്. 1000 കോടിയിലധികം രൂപ ബജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ പൂർത്തിയായെന്നും ചിത്രീകരണം ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകളും. ആമസോൺ മഴക്കാടുകളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കാനിരിക്കുന്ന ഈ ചിത്രം സാഹസികതയും ആക്ഷനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും. ഇത് പ്രേക്ഷകർക്ക് ത്രില്ലിംഗ് സീക്വൻസുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. ഇന്ത്യ, US, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ വെച്ചായിരിക്കും ചിത്രീകരണമെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിത്രം 2 ഭാഗങ്ങളായി പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയിലെ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും സംബന്ധിച്ച ഔദ്യോഗിക വിശദാംശങ്ങളും മറ്റു വിവരങ്ങളും വരാനിരിക്കുന്ന പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തും. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ഇപ്പോൾ ദുബായിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2027 ആദ്യ പകുതിയോടെ സിനിമ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നു. ശ്രീ ദുർഗ ആർട്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ആധുനിക കാലത്തെ
ഏറ്റവും വലിയ ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകനായാണ് രാജമൗലിയെ കണക്കാക്കപ്പെടുന്നത്.